ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ ഗാലറി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അമീർ അബ്ദുള്ള പോലീസ് സ്റ്റേഷനിൽ സുസ്മിതയെ കാണാനായിട്ട് എത്തുകയാണ്. തുടർന്ന് സിഐയുടെ ക്യാബിനിലേക്ക് അമീർ ഇരിക്കുകയാണ്. വനിതാ കോൺസ്റ്റബിൾ ചന്ദ്രബോസ് സാറ് വിളിക്കുന്നു എന്നും പറഞ്ഞ് സുസ്മിതയെ സെല്ലിനകത്ത് നിന്നും കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് സുസ്മിതയും ഇരിക്കുകയാണ്. അവർ മൂന്നുപേരും ഇരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം വനിതാ കോൺസ്റ്റബിളിനോട് ടീ ഓർ കോഫി ഇവർക്ക് വേണ്ടി കൊണ്ടുവരാൻ പറയുമ്പോൾ എനിക്ക് ലൈം ജ്യൂസ് മതി എന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിതയോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. സുസ്മിത അതുവരെ ആഹാരമൊന്നും കഴിച്ചിട്ടുമില്ല. ഒരു നിരാഹാര സമരം പോലെയാണ് സുസ്മിതയുടെ നയം. തുടർന്ന് ആ കോൺസ്റ്റബിൾ അങ്ങ് പോകുമ്പോൾ അമീർ സുസ്മിതയോട് സംസാരിച്ചു തുടങ്ങുകയാണ്. പേര് ചോദിക്കുന്നുണ്ട്, സുസ്മിത അല്ലേയും ചോദിക്കുകയാണ്. തുടർന്ന് വയസ്സ് ചോദിക്കുന്നുണ്ട്. അന്നേരം 26 എന്ന് പറയുമ്പോൾ ഇനിയും വിക്കറ്റ് വീഴ്ത്താനുള്ള സമയമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്നേരം സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് ബ്ലാക്ക് വിഡോ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ ഈ ഭർത്താവിൻ്റെ ജീവൻ എടുക്കുന്നവരെ ആ ഒരു ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ സുസ്മിത ഒരു ക്രൂരമായിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ എനിക്ക് ആ ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ട്. പക്ഷെ അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. എൻ്റെ കൺമുന്നിൽ കിട്ടിയാൽ ഞാൻ അയാളെ കൊല്ലുക തന്നെ ചെയ്യും. എവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ ഞാൻ തേടി പിടിച്ച് കൊല്ലും എന്നൊക്കെ അങ്ങ് ഒരു ക്രൂരമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം എന്നൊക്കെ അങ്ങ് അമീർ പറയുകയാണ്. എന്നിട്ട് ആ വക്കാലത്തും പിന്നെ സാറിന് തന്നെ വക്കീലിന് തന്നെ തരാമെന്ന് സുസ്മിത പറയുന്നുണ്ട്. ഇതേ സമയത്ത് നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നുണ്ട് ആ വനിതാ കോൺസ്റ്റബിൾ. ചന്ദ്രബോസിനും അമീറിനും കൊടുക്കുമ്പോൾ അമീർ തനിക്ക് കിട്ടിയ തൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ കുടിച്ചോ എന്ന് പറയുകയാണ്. ഇത് കുടിച്ച് എൻ്റെ BTL അസോസിയേഷനിൽ സുസ്മിതയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ നാരങ്ങ നീര് കുടിച്ചിട്ട് സ്വയം പ്രഖ്യാപിത നിരാഹാര സമരം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് ഈ വക്കാലത്ത് അമീർ അബ്ദുള്ള ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ സുസ്മിത അത് വാങ്ങി കുടിക്കുന്നുണ്ട്. തുടർന്ന് ഇനി സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറഞ്ഞ് പഞ്ചകൈലാസത്തിൽ പോയതും പിന്നെ നടന്ന സംഭവങ്ങളും ഒക്കെ പുള്ളി വിടാതെ പറയണമെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അവർ തങ്ങളിൽ നോക്കി നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ആ സംഭവങ്ങളൊക്കെ വക്കീലിനോട് സുസ്മിത പറയുകയാണ്. അതാണ് ആ ഒരു സീൻ. ഇതേസമയം ശാലിനിയും വിഷ്ണുവും കൂടി ആ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആ മുറ്റത്ത് വന്നു നിന്നിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്തേക്കൊക്കെ അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിജില. എന്തോ കണ്ട് പേടിച്ച പോലെയാണ് വിജില നിൽക്കുന്നത്. ആരെയോ നോക്കുന്നുമുണ്ട്. ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ നിന്നും ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ആകെ വിഷമത്തിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ വിജിലെ പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന്. അന്നേരം ആ ഓട്ടോക്കാരനെ പറഞ്ഞു വിടണ്ടായിരുന്നു. ഇവിടെ ആരോ ഒളിച്ചിരിപ്പുണ്ട്, ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അയാൾ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഒരു ആൺതുണ ഉണ്ടായേനെന്ന് പറയുകയാണ്. അന്നേരം അതെന്തിനാ എപ്പോഴും അയാൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുമോ? വിജിലയ്ക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, കമലം പറഞ്ഞത് സുസ്മിത ജയിലിലാണെങ്കിലും സുസ്മിതയ്ക്ക് കൊട്ടേഷൻകാരെയൊക്കെ പരിചയമുണ്ട്. തോവാളയിൽ നിന്നും അവിടെ നിന്നുമൊക്കെ ആൾക്കാരെ ഇറക്കും, ചോര കണ്ട് അറപ്പ് മാറാത്തവരാണ്, എന്തെങ്കിലുമൊക്കെ അപകടപ്പെടുത്തും, നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴും ശാലിനി അങ്ങ് ഓരോന്ന് ആലോചിച്ചങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. ശാലിനി പറയുന്നുണ്ട്, നമ്മളെ ഒരാൾ കൊല്ലാൻ തുനിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുക തന്നെ വേണം എന്ന് പറയുമ്പോൾ ശാലിനിയുടെ സംസാരത്തിൽ വിജിലയ്ക്ക് എന്തൊക്കെയോ അങ്ങ് പന്തികേട് തോന്നുകയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അവർ വാതിൽ തുറന്നങ്ങ് അകത്തേക്ക് കയറുകയാണ്. വിജില പറയുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ നിന്നപ്പോൾ ഞാൻ ഇവിടെ തൂത്തുവാരി ഇടാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോഴും മുറ്റത്ത് ആരും ഇവിടെ നിൽക്കുന്ന കണക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആരുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാണ്, ഞാൻ വിഷ്ണുവേട്ടൻ്റെ പെണ്ണല്ലേ, എന്നെ ആരും അങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ വിജില ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. തുടർന്ന് നീ കണ്ടതാണോ എന്നൊക്കെ തിരക്കുമ്പോൾ ഞാൻ കണ്ടതാണ് എന്നിങ്ങനെ വിജില പറയുന്നു. അന്നേരം പിന്നെ ശാലിനി പറയുകയാണ്, വെറുതെ തോന്നിയതായിരിക്കും, പിന്നെ ഇത് വിഷ്ണുവേട്ടൻ്റെ വീടല്ലേ, ഇവിടെ ആരും കയറത്തൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ വാതിൽ പൂട്ടിക്കൊണ്ട് പോയതല്ലേ, അപ്പോൾ അകത്താരും കയറി കാണില്ല, വിജില പൊയ്ക്കോളാൻ പറയുകയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ചേച്ചിയെ കണ്ടില്ലേ, ചേച്ചിയെ കണ്ടിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനോ എങ്കിൽ ഞാൻ കൂടി കൂട്ടിരിക്കാമെന്ന് വിജില പറയുന്നുണ്ട്. പക്ഷേ ശാലിനി സമ്മതിക്കുന്നില്ല, എന്നെ ആരും ഒന്നും ചെയ്യില്ല, റെസ്റ്റോറൻറ്റ് അടച്ചിടണ്ട, വിജില പൊയ്ക്കോന്നും പറഞ്ഞ് വിജിലെ ശാലിനി അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് ശാലിനി അങ്ങ് അകത്തേക്ക് പോയി ശാരിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വെളിയിലെ ചായപ്പിൽ എന്തോ പാത്രം വീഴുന്ന ശബ്ദം കേൾക്കുകയാണ്. അന്നേരം ശാലിനി ഇറങ്ങി വന്ന് ചുറ്റുമൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. തുടർന്ന് ആ ചായപ്പിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ആരോ ഇരിക്കുന്നതായിട്ട് തോന്നുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് ഓടി വന്ന് നോക്കുമ്പോൾ ആൾ എണീക്കുകയാണ്. സംഭവം അത് രോഹിത്തായിരുന്നു. രോഹിത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ശാലിനിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. അന്നേരം ഒന്നുകൂടി നോക്കുമ്പോൾ മനസ്സിലാവുകയാണ്. രോഹിത്ത് എന്നും പറഞ്ഞ് ഓടി വന്ന് രോഹിത്ത് എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് വിഷ്ണു ബ്രോയെ ഒന്ന് കാണണം ശാലിനി എന്ന് പറയുകയാണ്. പക്ഷേ എന്തോ ഒരു കള്ളത്തരത്തോടു കൂടിയാണ് രോഹിത്ത് നിൽക്കുന്നത്. അങ്ങനെ അവർ നോക്കി നിൽക്കുന്നതേ അത്രേ കാണിക്കുന്നുള്ളൂ.
ഇതേ സമയം സുസ്മിതയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്പോൾ രോഹിത്തിനെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്, അത് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും അറിയില്ല എന്ന് പിന്നെ പറയുന്നുണ്ട്. തുടർന്ന് ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചാലും അതും ഞങ്ങളുടെ തലയിലാവും. ഇപ്പോൾ സുസ്മിത മാത്രമേ ജയിലിലായിട്ടുള്ളൂ, ഇനി യൂണിഫോം അഴിച്ചു വെച്ച് ഞാനും കൂടി പോയി കിടക്കേണ്ടി വരും. രാച്ചിയമ്മയും ആ വീട്ടിലെ പെൺകുട്ടിയും ഒക്കെ അവർക്കെതിരായിട്ടേ മൊഴി നൽകത്തുള്ളൂ, നമ്മുടെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ തട്ടിക്കൊണ്ട് പോയവനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഏതെങ്കിലും തീവ്രവാദി സംഘടനയിൽപ്പെട്ട ആളുകളായിരിക്കും, ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ വരുന്ന തീവ്രവാദികൾ അവിടെയാണ് തമ്പടിച്ച് കിടക്കുന്നത്, അവരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അവർ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഈ ചന്ദ്രബോസ് പറയുന്നുണ്ട്. 2 ഗുണ്ടകളെയും വിജയനെ പോലുള്ള ഒരു പോലീസുകാരനെയും ഒക്കെ അടിച്ചു വീഴ്ത്തണമെങ്കിൽ നല്ല ഒരു തീവ്രവാദി സംഘടനയിൽ നിന്നും പരിശീലനം കിട്ടിയ ആളായിരിക്കണം, നല്ല ആയുധാഭ്യാസിയാണ്, തികഞ്ഞ മെയ് വഴക്കം, അസാമാന്യമായ പിന്നെ കഴിവൊക്കെ ഉണ്ട്, മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ഒന്ന് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഈ പിന്നെ അമീർ അബ്ദുള്ള പറയുന്നുണ്ട്, അയാൾ രോഹിത്തിനെ മാത്രമല്ലല്ലോ തട്ടിക്കൊണ്ട് പോയത്, ശാരദാമ്മയും ശാരികയും കൊണ്ടുപോയി, പക്ഷെ അവർ വീട്ടിലെത്തി കഴിഞ്ഞല്ലോ എന്ന്. അന്നേരം അവരെ വിളിച്ചൊന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞാൽ സത്യം പുറത്തു വരും, പക്ഷേ അങ്ങനെ ചെയ്യാനും നിവർത്തിയില്ലല്ലോ എന്ന് വിജയം പറയുകയാണ്. അന്നേരം അമീർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമായിട്ട് കബളിക്കപ്പെട്ടിരിക്കുകയാണ്, രോഹിത്തിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്, അയാൾ ഉപയോഗിച്ച നാമം എന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം കൽക്കി എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം കൽക്കി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം എന്നിങ്ങനെ പറയുമ്പോൾ നല്ല അസല് മലയാളി തന്നെയാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ്, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കെന്ന് അമീർ അബ്ദുള്ള പറയുമ്പോൾ സുസ്മിതയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലാവുകയാണ്. അത് ആരാണെന്ന് അറിയാമോ ചോദിക്കുമ്പോൾ അസാമാന്യമായ മെയ്വഴക്കവും നല്ല ആയുധാഭ്യാസവും മിന്നൽ വേഗത്തിലുള്ള പ്രകടനങ്ങളും ഒക്കെ നീക്കങ്ങളും ഒക്കെ കാഴ്ചവെക്കണമെങ്കിൽ അത് വിഷ്ണുവേട്ടൻ തന്നെയാണ് എന്നിങ്ങനെ സുസ്മിത ഉറപ്പിച്ചു പറയുകയാണ്. സുസ്മിത അങ്ങനെ വിഷ്ണുവിൻ്റെ പേരെടുത്തെടുത്ത് പറയുമ്പോൾ വിഷ്ണു ഉണ്ടാക്കിയ കുറേ അടിപിടിയൊക്കെ കാണിക്കുന്നുണ്ട്. ബുള്ളറ്റ് വിജയനെ അടിച്ചതും, ആദ്യത്തെ എപ്പിസോഡിൽ ആ സിനിമാ കോട്ടയിൽ വന്ന് കുറേ ഗുണ്ടകൾ ഇടിച്ചതും, പിന്നെ ശാലിനി പരീക്ഷയ്ക്ക് പോയപ്പോൾ മാർട്ടിൻ എന്ന ഗുണ്ട ഇടിച്ചതും ഒക്കെ ഇടികളും ആ സ്റ്റണ്ട് സീനുകളും ഒക്കെ മാറി മാറി കാണിക്കുന്നുണ്ട്. ഇതേസമയം രോഹിത് വന്ന് വിഷ്ണുവിൻ്റെ വീട്ടിൽ വിഷ്ണു ശാലിനി രോഹിത്തും ഒക്കെ ഉണ്ട്. രോഹിത് തൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയാണ്, എത്ര കാലം ഇങ്ങനെ ഒളിച്ച് താമസിക്കും, ഞാൻ അത്രയ്ക്ക് വലിയ കുറ്റവും ചെയ്തിട്ടില്ല, ജോലിക്ക് പോവാതെ എനിക്ക് എൻ്റെ കുടുംബം പുലർത്താൻ കഴിയില്ല, വല്ല വിദേശത്തോട്ടെങ്ങാനും പോവാം, എന്നാലും എൻ്റെ അമ്മയെ കൂട്ടാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടാവസ്ഥയിലാണ് രോഹിത്. അന്നേരം വിഷ്ണു പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്, ഒരു രാത്രിയുടെ ഇടവേളയെ ഞാൻ ചോദിക്കുന്നുള്ളൂ, സുസ്മിതയെ പൂട്ടാനുള്ള എല്ലാ വഴികളും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഇനി അവർക്ക് കൊലക്കുറ്റത്തിനുള്ള ആ ശിക്ഷ കിട്ടട്ടെ, അത് നമ്മളായിട്ട് തള്ളി കളയണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എത്ര കാലം ഇങ്ങനെ നടക്കും എന്നൊക്കെ ശാലിനിയും ചോദിക്കുകയാണ്. എന്നായാലും നമുക്ക് നിയമത്തിൻ്റെ കണ്ണ് മൂടിക്കെട്ടാൻ സാധിക്കില്ലല്ലോ, രോഹിത്തിന് എത്ര കാലം ഇങ്ങനെ ഒളിച്ച് കഴിയാനായിട്ട് സാധിക്കും, ഒരിക്കലെങ്കിലും പുറത്ത് വന്നല്ലേ കഴിയൂ എന്നൊക്കെ പറയുന്നുണ്ട്. കുറുപ്പിൻ്റെ കഥയൊക്കെ ആളുകൾ പറയുന്നുണ്ടാവും, പക്ഷെ അതൊക്കെ TV-യിലും സീരിയലിലും ഒക്കെ നടക്കൂ, നമ്മുടെ ജീവിതത്തിൽ അത് നടക്കില്ല എന്നൊക്കെ ശാലിനിയും രോഹിത്തിൻ്റെ പക്ഷം ചേർന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും വിഷ്ണു പറയുകയാണ്, സുസ്മിതയ്ക്ക് ഇപ്പോൾ ഈ രോഹിത്ത് സെറ്റിൽമെൻറ്റ് കോളനിയിലോ അല്ല ഇനി വിജയൻ്റെ കൈകൊണ്ട് മരിച്ചിരുന്നെങ്കിലോ എന്താകുമായിരിക്കും സ്ഥിതി, സുസ്മിതയ്ക്ക് ശിക്ഷ കിട്ടില്ലേ, അപ്പോൾ സുസ്മിതയ്ക്ക് പരമാവധി ശിക്ഷ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അന്നേരം പിന്നീട് രോഹിത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ലേ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അത് അപ്പോഴല്ലേ, അപ്പോഴും നമുക്ക് അവളെ പൂട്ടാനുള്ള വഴി വേറെന്തെങ്കിലും കണ്ടുപിടിക്കാം, തൽക്കാലം ഇങ്ങനെ എങ്ങ് പോട്ടെ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ രോഹിത്ത് സമ്മതിക്കുകയാണ്. തുടർന്ന് ശാലിനി കൊണ്ട് കൊടുക്കുന്ന ചായയൊക്കെ വിഷ്ണുവിൻ്റെ നിർബന്ധപ്രകാരം വാങ്ങി വെക്കുന്നുണ്ട്, അത് കുടിക്കുകയൊന്നും ചെയ്യുന്നില്ല. തുടർന്ന് എങ്കിൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് സങ്കടത്തോടെ രോഹിത്ത് എണീച്ച മാസ്ക് ഒക്കെ വെച്ച് അവിടെ നടക്കുകയാണ്. അന്നേരം എടോ താൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല ഞാൻ പോകണമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ രോഹിത് പോവുകയാണ്. തുടർന്ന് അങ്ങ് ആകെ വിഷമിച്ച് വിഷ്ണു അങ്ങ് ചിന്തയിലായിട്ട് അങ്ങ് തിണ്ണയിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം വിഷ്ണുട്ട ഈ കാര്യം രഞ്ജിൻ ചേച്ചിക്ക് അറിയാമോ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം നമുക്ക് ഇത് അർജുനേട്ടനോടെങ്കിലും വിഷ്ണുട്ടൻ്റെ ബ്രദറിലോ മാത്രമല്ലല്ലോ പഞ്ചകൈലാസ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഇത് ആരും അറിയണ്ട എന്ന് വിഷ്ണു പറയുന്നു. അന്നേരം ശാലിനിക്ക് അങ്ങ് ആകെ ടെൻഷനിലാണ്. വിഷ്ണുട്ട ഈ തീരുമാനം ശരിയാണോ എന്ന് നിങ്ങൾ പറയുമ്പോൾ വിഷ്ണു ഒന്ന് ഉഴപ്പിച്ച് നോക്കുകയാണ്. തുടർന്ന് ശാലിനി ഒന്നും പറയുന്നില്ല. തുടർന്ന് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം രോഹിത് ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ്. പതിയാണ് രോഹിത് കാലിങ്ങനെ എടുത്തു വെച്ചാണ് നടക്കുന്നത്. അത്രയാകുമ്പോൾ വിഷ്ണു അങ്ങ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു റൂമിനകത്ത്. ശാലിനി മുറ്റത്ത് നിന്നും ആലോചിച്ച് ടെൻഷനാവുന്നു. ഇത്രയുമാണ് എപ്പിസോഡ് കാണിക്കുന്നത്. ഇനി ഒരു പക്ഷേ രോഹിത് പോകുമ്പോൾ വഴിക്ക് വെച്ച് ആരെങ്കിലും കാണുമോ, അടുത്ത എന്താണെന്ന് പ്രൊമോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.